കേട്ടറ്റ് കാറ്റഗറി 1 EVSുമായി ബന്ധപ്പെട്ട റിവിഷൻ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി പരിചയപ്പെടാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇത്തിൽ കണ്ണി, മൂടില്ല താളി എന്നിവ ഏത് തരത്തിൽപ്പെട്ട സസ്യമാണ്? ആരോഹികൾ, ഇഴവള്ളികൾ, പരാത സസ്യങ്ങൾ, എപ്പിഫൈറ്റുകൾ. ഇത്തിൽ കണ്ണി, മൂടില്ല താളി എന്നിവ ഏത് തരത്തിൽപ്പെട്ട സസ്യങ്ങളാണ്? പരാത സസ്യങ്ങളാണ്. മറ്റ് സസ്യങ്ങളിൽ വളരുകയും ആഹാരവും ജലവും അവയിൽ നിന്ന് വലിച്ചെടുത്ത് ജീവിക്കുകയും ചെയ്യുന്ന സസ്യങ്ങളാണ് പരാത സസ്യങ്ങൾ. പ്രകാശത്തിന്റെ അടിസ്ഥാന കണമേത്? ഫോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ, പ്രോട്ടോൺ. പ്രകാശത്തിന്റെ അടിസ്ഥാന കണം ഫോട്ടോൺ ആണ്. പരിസരത്തെക്കുറിച്ച് പരിസരത്തിനു വേണ്ടി പരിസരത്തിലൂടെയുള്ള പഠനമാണ് പരിസര പഠനം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ മുമ്പിട്ട വീഡിയോയിലും ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഈ വീഡിയോയിലും കൂടെ ഉൾപ്പെടുത്താൻ കാരണം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതുപോലെയുള്ള ഒരു ക്വസ്റ്റ്യൻ, ഏതെങ്കിലും ഒരു ഭാഗം ചോദിച്ചിട്ട് ഇത് ഏതിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് ചോദിക്കാറുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. പരിസരത്തെക്കുറിച്ച് പരിസരത്തിനു വേണ്ടി പരിസരത്തിലൂടെയുള്ള പഠനമാണ് പരിസര പഠനം. ഇതിൽ പരിസരത്തിലൂടെ എന്നത് സൂചിപ്പിക്കുന്നത് പരിസരത്തിലൂടെ. പരിസര പഠനത്തിന്റെ ഉള്ളടക്കം പ്രക്രിയാശേഷികൾ, മനോഭാവം, സർഗാത്മകത. പരിസരത്തിലൂടെ എന്നത് സൂചിപ്പിക്കുന്നത് പ്രക്രിയാശേഷികളാണ്. സയൻസ് പ്രോജക്റ്റുകളുടെയോ റിപ്പോർട്ടുകളുടെയോ മൂല്യനിർണ്ണയത്തിൽ റൂബ്രിക്സ് ഉപയോഗിക്കുന്നതിൻ്റെ പ്രാഥമിക നേട്ടം. നമ്മൾ എന്തൊക്കെയാണ് അസസ് ചെയ്യേണ്ടത് എന്ന് മുൻകൂട്ടി റൂബ്രിക്സ് തയ്യാറാക്കുക. അതിനനുസരിച്ച് മൂല്യനിർണ്ണയം നടത്തുക. അതിൻ്റെ പ്രാഥമിക നേട്ടം എന്താണ്? മൂല്യനിർണ്ണയ പ്രക്രിയ വേഗത്തിലാക്കാൻ, രേഖാമൂലമുള്ള ഫീഡ്ബാക്കിൻ്റെ ആവശ്യകത ഇല്ലാതാക്കാൻ, മൂല്യനിർണ്ണയത്തിലെ ആത്മനിഷ്ഠത കുറയ്ക്കാൻ, വിദ്യാർത്ഥികളിലെ സർഗാത്മകത പ്രോത്സാഹിപ്പിക്കാൻ. എന്തിനു വേണ്ടിയിട്ടാണ് സയൻസ് പ്രോജക്റ്റുകളുടെയോ റിപ്പോർട്ടുകളുടെയോ മൂല്യനിർണ്ണയത്തിൽ റൂബ്രിക്സ് ഉപയോഗിക്കുന്നത്? മൂല്യനിർണ്ണയത്തിലെ ആത്മനിഷ്ഠത കുറയ്ക്കാനാണ്. ആ റൂബ്രിക്സിനനുസരിച്ച് മൂല്യനിർണ്ണയം നടത്താൻ. ഒരു പ്രകാശരശ്മി വായുവിൽ നിന്ന് വെള്ളത്തിലേക്ക് കടക്കുമ്പോൾ അത് ജലത്തിന്റെ ഉപരിതലത്തിൽ വെച്ച് വളയുന്നതായി തോന്നുന്നു. പ്രകാശത്തിന്റെ ഈ വളവിന് കാരണം പ്രതിഫലനം, പോളറൈസേഷൻ, അപവർത്തനം, പ്രകീർണനം. ആൻസർ അപവർത്തനം. ജൈവ പ്രതിവിധി, ബയോറെമഡിയേഷൻ എന്ന പ്രക്രിയയിൽ ഉൾപ്പെടുന്നത് ജലമലിനീകരണം തടയാൻ ഭൗതിക തടസ്സങ്ങളുടെ ഉപയോഗം. രാസവസ്തുക്കൾ ഉപയോഗിച്ച് ജലത്തിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യൽ. മാലിന്യങ്ങളെ നശിപ്പിക്കുന്നതിനോ നീക്കം ചെയ്യുന്നതിനോ സൂക്ഷ്മജീവികളെ ഉപയോഗിക്കാം. ജലപ്രവാഹം നിയന്ത്രിക്കാൻ അണക്കെട്ടുകൾ നിർമ്മിക്കാം. ജൈവ പ്രതിവിധി അല്ലെങ്കിൽ ബയോറെമഡിയേഷൻ എന്താണ്? മാലിന്യങ്ങളെ നശിപ്പിക്കുന്നതിനോ നീക്കം ചെയ്യുന്നതിനോ സൂക്ഷ്മജീവികളെ ഉപയോഗിക്കുന്നതാണ് ജൈവ പ്രതിവിധി അല്ലെങ്കിൽ ബയോറെമഡിയേഷൻ. ഭൂമി ഏത് ദിശയിലാണ് ഭ്രമണം ചെയ്യുന്നത്? പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട്, കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട്, വടക്ക് നിന്ന് തെക്കോട്ട്, തെക്ക് നിന്ന് വടക്കോട്ട്. ഭൂമി ഏത് ദിശയിലാണ് ഭ്രമണം ചെയ്യുന്നത്? പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട്, വെസ്റ്റ് ടു ഈസ്റ്റ്. ഏതു തരത്തിലുള്ള ഭക്ഷണത്തിലാണ് കാർബൺ പാദമുദ്ര കുറവായിരിക്കാൻ സാധ്യത? കാർബൺ പാദമുദ്ര എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഉൽപ്പന്നം അതിൻ്റെ ജീവിത ചക്രത്തിൽ പുറത്തുവിടുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയോ മറ്റ് ഹരിതഗൃഹവാതകങ്ങളുടെയോ ആകെ അളവാണ് കാർബൺ പാദമുദ്ര. ഇപ്പോൾ പ്രകൃതിദത്ത ഭക്ഷണത്തിൽ കാർബൺ പാദമുദ്ര കുറവായിരിക്കും. അപ്പോൾ ഇതിലെ ഓപ്ഷൻസ് പ്രകൃതിദത്ത ഭക്ഷണം, കൃത്രിമ ഭക്ഷണം, സംസ്കരിച്ച ഭക്ഷണങ്ങൾ, ഫാസ്റ്റ് ഫുഡ്. കാർബൺ പാദമുദ്ര കുറവുള്ളത് പ്രകൃതിദത്ത ഭക്ഷണം. ഡിജിറ്റൽ സ്ക്രീനുകളിലേക്ക് ദീർഘദൂരം നോക്കി നിൽക്കുന്നത് കണ്ണിന് ബുദ്ധിമുട്ടും അസ്വസ്ഥതയും ഉണ്ടാക്കും. ഈ അവസ്ഥ അറിയപ്പെടുന്നത് വെള്ളെഴുത്ത്, ഗ്ലോക്കോമ, കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം, വിഷമദൃഷ്ടി. എന്താണ് കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം?
തന്നിരിക്കുന്നവയിൽ ശാസ്ത്രീയ പ്രക്രിയയിൽ ആദ്യം വരുന്നത് ഫലങ്ങളുടെ വിശകലനം, പരികൽപ്പന രൂപപ്പെടുത്തൽ, നിഗമനം രൂപീകരിക്കൽ, കണ്ടെത്തലുകളുടെ വിനിമയം. തന്നിരിക്കുന്നവയിൽ ശാസ്ത്രീയ പ്രക്രിയയിൽ ആദ്യം വരുന്നത് പരികൽപ്പന രൂപപ്പെടുത്തൽ. ഹരിത വിപ്ലവത്തിലൂടെ കൂടുതലായി ഉൽപ്പാദിപ്പിച്ച വിളവ്. ഏത് വിളവാണ്, ഏത് വിളയാണ്, ഏത് ക്രോപ്പാണ് ഹരിത വിപ്ലവത്തിലൂടെ കൂടുതലായി ഉൽപ്പാദിപ്പിച്ചത്? നെല്ല്, ഗോതമ്പ്, തിണകൾ, പയറുവർഗ്ഗങ്ങൾ. ഹരിത വിപ്ലവം HYV സീഡ്സ് ഉപയോഗിച്ചുകൊണ്ട് കൃഷി നടത്തി കൂടുതൽ വിളവ് നേടിത്തന്നതാണ് ഹരിത വിപ്ലവം. MS സ്വാമിനാഥൻ ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ്. നോർമൻ ബോർലോഗ് ഹരിത വിപ്ലവത്തിന്റെ പിതാവ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് MS സ്വാമിനാഥൻ. അപ്പൊ ഏത് വിളവാണ് കൂടുതൽ ഉൽപ്പാദിപ്പിച്ചത്? ഗോതമ്പ്. കർഷകർ അവരുടെ കൃഷിഭൂമിയിൽ യൂറിയ ചേർക്കാറുണ്ട്. ഇത് ഏത് മൂലകത്തിന്റെ കുറവ് പരിഹരിക്കാനാണ്? ഫോസ്ഫറസ്, നൈട്രജൻ, ക്ലോറിൻ, ഓക്സിജൻ. യൂറിയ ചേർക്കുന്നത് ഹൈഡ്രജന്റെ കുറവ് പരിഹരിക്കാനാണ്. താഴെ പറയുന്നവയിൽ കാർഷിക സംരംഭത്തിൽ ഉൾപ്പെടാത്തത്? തേനീച്ച വളർത്തൽ, മത്സ്യകൃഷി, കമ്പോസ്റ്റ് നിർമ്മാണം, പട്ടുനൂൽപ്പുഴു വളർത്തൽ. തേനീച്ച വളർത്തൽ എന്താണ്? തേനീച്ച വളർത്തൽ എപ്പികൾച്ചർ. മത്സ്യകൃഷി പിസികൾച്ചർ. പട്ടുനൂൽപ്പുഴു വളർത്തൽ സെറികൾച്ചർ. ഇത് മൂന്നും കാർഷിക സംരംഭത്തിൽ ഉൾപ്പെട്ടതാണ്. ഇതിൽ ഉൾപ്പെടാത്തത് കമ്പോസ്റ്റ് നിർമ്മാണം. ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകങ്ങൾ ഏതെല്ലാം? ഇരുമ്പും പ്രോട്ടീനും, ഇരുമ്പും കാൽസ്യവും, ഇരുമ്പും കൊഴുപ്പും, ഇരുമ്പും അന്നജവും. ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഇരുമ്പും പ്രോട്ടീനുമാണ്. ഹീമോഗ്ലോബിൻ ചുവന്ന രക്താണുക്കളിൽ കാണപ്പെടുന്ന ഒരു തരം പ്രോട്ടീനാണ്. ഇത് ഓക്സിജനെ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കാൻ സഹായിക്കുന്നു. അപ്പൊ ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്നത് ഇരുമ്പും പ്രോട്ടീനും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ജലശുദ്ധീകരണത്തിൽ ക്ലോറിനേഷൻ നടത്താൻ ഉപയോഗിക്കുന്ന വസ്തു ഏത്? കുമ്മായം, സോഡിയം ക്ലോറൈഡ്, അമോണിയം ക്ലോറൈഡ്, ബ്ലീച്ചിങ് പൗഡർ. ജലശുദ്ധീകരണത്തിൽ ക്ലോറിനേഷൻ നടത്താൻ ഉപയോഗിക്കുന്ന വസ്തു ബ്ലീച്ചിങ് പൗഡറാണ്. നമുക്ക് ഓരോ വീഡിയോയിലും 15 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ റിവിഷൻ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. കേട്ടറ്റ് കാറ്റഗറി 1 EVSുമായി ബന്ധപ്പെട്ട് എല്ലാ വീഡിയോകളും ഞാൻ ഈ ചാനലിൽ നൽകിയിട്ടുണ്ട്. വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കാണാം. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. ഇനി നമുക്ക് അടുത്ത ഒരു 15 ക്വസ്റ്റ്യൻസുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഓൾ ദ ബെസ്റ്റ്.